ഒരുപാട് അസാധാരണമായ പ്രതിഭാസങ്ങളും അസാധാരണമായ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഭൂമി. പല രാജ്യങ്ങളിലും അസാധാരണമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ ജപ്പാനിലെ ഒരു പാവഗ്രാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ജനസംഖ്യ വർഷാവർഷം കുറഞ്ഞു വരുന്ന പല ഗ്രാമങ്ങളും ഇന്ന് ജപ്പാനിലുണ്ട്. മിക്ക ഗ്രാമങ്ങളും ഇപ്പോൾ ശൂന്യമാവുകയാണ്. ഇതേപോലെ ഒരു വിദൂരമായ പർവ്വത ഗ്രാമമായ സഗോരയുടെയും അവസ്ഥ വിഭിന്നമല്ല. 18 വർഷം മുമ്പാണ് അവിടെ അവസാനമായി ഒരു കുട്ടി ജനിച്ചത്. 12-ൽ പരം ആളുകൾ മാത്രമാണ് ഇന്നിവിടെ താമസിക്കുന്നത് എന്ന് പറയപ്പെടും. 2012 അവിടുത്തെ അവസാനത്തെ 2 വിദ്യാർത്ഥികളും 6ാം ക്ലാസ് പൂർത്തിയാക്കി. അതോടെ അവിടുത്തെ പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനവും അടച്ചു. അവിടുത്തെ ഗ്രാമവാസികൾ കൂടുതലായി ജോലി തേടി അന്യഗ്രാമങ്ങളിലേക്ക് പോകുന്നതും ഉണ്ടായിരുന്നവർ മരിച്ചതുമാണ് അവിടുത്തെ ജനസംഖ്യ കുറയാൻ കാരണമെന്ന് പറയുന്നു. അവിടെയാണ് സുയിമി എന്ന കുട്ടി താമസിച്ചിരുന്നത്. ഗ്രാമത്തിൽ ചെറിയ കുട്ടികളടക്കം 300-ലധികം ആളുകൾ താമസിച്ചിരുന്നു. പഴയ ഗ്രാമവാസികളിൽ പലരും മരണപ്പെടുകയും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ കൂടുതലും ജോലി അന്വേഷിച്ച് പുറം ഗ്രാമങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തപ്പോൾ ഗ്രാമത്തിലെ ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അവൾ തന്റെ കുട്ടിക്കാലത്ത് തന്നെ നഗോറയിലേക്ക് മാറിയിരുന്നു. പിന്നീട് 13 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ തന്റെ ഗ്രാമമായ നഗോറയിലേക്ക് തിരിച്ചു വരുന്നത്. സുഗിമി അയോന തിരിച്ചെത്തുമ്പോൾ തന്റെ ഗ്രാമം ആളൊഴിഞ്ഞ ഒരു ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞിരുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളും നിരത്തുകളും അവളെ വല്ലാതെ വേദനിപ്പിച്ചു. ആ മരവിച്ച ഏകാന്തതയിൽ നിന്ന് ഗ്രാമത്തെ രക്ഷിക്കാൻ അവൾ ഒരു വഴി കണ്ടെത്തി. 350ഓളം മനുഷ്യവലുപ്പമുള്ള പാവകളെ ഗ്രാമത്തിൽ പലയിടത്തായി അവൾ ഉണ്ടാക്കി വെച്ചു. അവിടെയുള്ള മനുഷ്യർക്കൊപ്പം ഇന്നും പാവകളും ജീവിക്കുന്നു. ഇതാണ് ജപ്പാന്റെ ഈ ഗ്രാമത്തെ പാവഗ്രാമം എന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം. അച്ഛന് വയ്യാതായപ്പോഴാണ് ഒസാക്കയിൽ നിന്ന് തന്റെ ജന്മനാടായ നഗോറയിലേക്ക് സുഗിമി മടങ്ങിയെത്തിയത്. അമ്മ മരിച്ചതിന് ശേഷം രോഗിയായ പിതാവിനെ പരിചരിക്കാൻ ആരുമില്ലാതായി. 2002-ൽ വിത്ത് തിന്നുന്ന പക്ഷികളെ ഓടിക്കാനായി അവർ തന്റെ തോട്ടത്തിൽ ഒരു കോലമുണ്ടാക്കി വച്ചിരുന്നു. അച്ഛന്റെ പഴയ വസ്ത്രമാണ് അതിനവൾ ഉപയോഗിച്ചത്. അതിലൂടെ കടന്നുപോയ ഒരു തൊഴിലാളി ഇത് നോക്കുകുത്തിയാണെന്ന് മനസ്സിലാക്കാതെ അതിനെ നോക്കി ഹലോ എന്ന് പറഞ്ഞപ്പോൾ സുഗിമി ആദ്യം ചിരിച്ചെങ്കിലും പിന്നീട് അവൾക്കൊരു ആശയം തോന്നി. മുൻ ഗ്രാമവാസികളുടെ സാദൃശ്യത്തിൽ പാവകളെ ഉണ്ടാക്കി ഒറ്റപ്പെട്ട ആ ഗ്രാമത്തിൽ അവരുടെ ഓർമ്മകൾ നിലനിർത്താൻ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നവൾ ആലോചിച്ചു. തന്റെ ഗ്രാമത്തിൽ നഷ്ടമായ പ്രസരിപ്പിനെ തിരികെ കൊണ്ടുവരാൻ പാവകളിലൂടെ സാധിക്കുമെന്ന് അവൾ കരുതി. മരിച്ചുപോയ ഗ്രാമവാസികളുടെ ഓർമ്മയ്ക്കായി പൂർണ്ണമായും പാവകളെ സൃഷ്ടിക്കാൻ അവൾ തുടങ്ങി. ചില സാങ്കല്പിക കഥാപാത്രങ്ങളും പാവകളായി അവളുടെ കൈകളിലൂടെ ജനിച്ചു. സുഗിമി പലപ്പോഴും സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അയൽക്കാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സാദൃശ്യത്തിൽ ഒരു പാവയുണ്ടാക്കി അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ അവർ ഇരുവരും അവരുടെ സംസാരം തുടർന്നു. വീട്ടിൽ സൂക്ഷിക്കാൻ അമ്മയുടെ മനോഹരമായ സാദൃശ്യമുള്ള ഒരു പാവയും അവൾ സൃഷ്ടിച്ചു. 2 മണിക്കൂർ അകലെയുള്ള ഒരു പട്ടണത്തിലേക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ മുത്തശ്ശിയും പാവയുടെ രൂപത്തിൽ കാറിലിരിക്കും. ഇങ്ങനെ പാവകളെ ഉണ്ടാക്കി ഒടുവിൽ ആളുകളെക്കാൾ കൂടുതൽ പാവകളായി ആ ഗ്രാമത്തിൽ. മുൻപ് അനാഥമായി കിടന്നിരുന്ന കെട്ടിടങ്ങളിൽ സുഗിമിയുടെ പാവകൾ താമസമാക്കി. അടഞ്ഞു കിടന്നിരുന്ന പലചരക്ക് കടയുടെ മുൻപിലും ബസ് സ്റ്റോപ്പുകളിലും ബെഞ്ചിലും ആരെയോ കാത്ത് അവർ ഇരുന്നു. നഷ്ടമായ സ്കൂൾ ജീവിതവും പാവകളിലൂടെ സുഗിമി തിരിച്ചു കൊണ്ടുവന്നു. കൈകൊണ്ട് നിർമ്മിച്ച 40 പാവകളെ ക്ലാസ് മുറിയിലെ ടേബിളിൽ അവൾ സ്ഥാപിച്ചു. ജപ്പാനിലെ കലണ്ടറിൽ ഒരു പ്രധാന ദിവസമാണ് ഉണ്ടോക്കോയ് എന്നത്. ഇതൊരു സ്കൂൾ കായിക ദിനമാണ്. ആ ദിവസം സ്കൂളിന്റെ മൈതാനത്ത് പാവകളെ നിരത്തി വിവിധ കായിക വിനോദങ്ങളും അവൾ ചെയ്യിപ്പിച്ചു. എന്ത് വിചിത്രമായ സ്വഭാവമല്ലേ. ഒരു പാവയെ നിർമ്മിക്കാൻ ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കുമെന്ന് സുഗിമി പറഞ്ഞു. പത്രങ്ങൾ, കോട്ടൺ, ബട്ടണുകൾ, ഇലാസ്റ്റിക് ഫൈബ്രിക് വയറുകൾ, പെയിന്റ്, പഴയ വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പാവകളെ അവൾ നിർമ്മിക്കുന്നത്. സുഗിമി ഈ പാവകളെ നിർമ്മിക്കുക മാത്രമല്ല അവയെ പരിപാലിക്കുകയും ആവശ്യമായി വരുമ്പോൾ അവയെ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ സംഘടിപ്പിക്കുന്ന നഗോറയുടെ വാർഷിക പാവകളുടെ ഉത്സവത്തിന് പിന്നിൽ പ്രധാന ശക്തി കൂടിയാണ് ഇവൾ. ഒക്ടോബർ ആദ്യ ഞായറാഴ്ചയാണ് ഇത് നടക്കുന്നത്. ലോകത്തെ പല സ്ഥലങ്ങളിൽ നിന്നും അനേകം സഞ്ചാരികളാണ് ഈ പാവ ഉത്സവം കാണാനായി ഇവിടെ എത്തുന്നത്. എന്തു തന്നെയായാലും ഗ്രാമത്തെ വീണ്ടും പഴയ പോലെ സജീവമാക്കുന്നതിനുള്ള മനോഹരമായ ഒരു മാർഗമാണ് പാവകളെന്ന് അവിടുത്തുകാർ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു.